ഹലോ, ഇന്ന് നമുക്ക് കുക്കറിലൊരു ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. ഒരു ചിക്കൻ ദം ബിരിയാണി ഞാൻ ഫസ്റ്റ് ട്രൈ ആണ്, അതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു കുക്കർ ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് ഡാൽഡ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, മുന്തിരി ഇതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കല്ലിലിട്ട് ചതച്ചതാണ് അല്പത്ത് കൊടുത്ത് അത് നന്നായി വഴറ്റി മരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇലയും മല്ലിച്ചീരി ഇട്ട് കൊടുക്കും. അതൊന്ന് വഴണ്ടി വരുമ്പോൾ സ്വല്പം ഒരു 2-4 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ കേട്ടോ, അത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2-4 സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ റൈസിലേക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് ചിക്കനല്ല സവാള ഒന്ന് വഴണ്ടാൻ വേണ്ടിയിട്ടുള്ളത് ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. പക്ഷെ ഞാനത് ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത്. അത് വഴണ്ടി വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളിയും സവാളയും നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഞാൻ കുറവേ ഇട്ടിട്ടുള്ളൂ. കുരുമുളക് പൊടി ഞാൻ കൂടുതൽ ആഡ് ചെയ്യാൻ കാരണമാണ് മുളക് പൊടി സ്വല്പം ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് മാഗി മസാല ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. മാഗി മസാല ഓപ്ഷണലാണ്, നിർബന്ധമില്ല. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ടു, അത്രയേ ഉള്ളൂ. അത് നന്നായി വഴണ്ട് എണ്ണയൊക്കെ കണ്ടോ തെളിഞ്ഞ് വന്നിക്കണ്. അപ്പോൾ അങ്ങനെ നന്നായി മുരിഞ്ഞ് ഇങ്ങനെ എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തൈര് ഉണ്ടെങ്കിൽ അത് സ്വല്പം ഒഴിച്ച് കൊടുക്കാം. തൈര് നന്നായി ഒഴിച്ച് കൊടുത്ത് ഇളക്കി നമ്മുടെ ചിക്കൻ, നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനൊരു 1 kg അടുത്തുണ്ട് കേട്ടോ. അത് നന്നായി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മസാലയോട് കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഒരു 1/2 kg ഉള്ളൂ കേട്ടോ അരി. ഞാൻ 1 kg ചിക്കനും 1/2 kg അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പിന്നെ നമ്മളുടെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അരി എത്ര എടുക്കണം അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു സ്വല്പം നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കുക്കർ അടച്ച് ഒരു വിസിൽ മതി. ചിലവരെ കുക്കറിന് അനുസരിച്ചിരിക്കും, ചിലർക്ക് 2 വിസിലൊക്കെ ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ മാക്സിമം 1 വിസിലേ ആവശ്യമുള്ളൂ. കണ്ടോ, ഞാനിവിടെ 1 വിസിൽ കേട്ടോ. 1 വിസിലിന് എൻ്റെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പ് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി മറിച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എൻ്റെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യാണ്.